ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് അരി കുതിർത്ത് വെക്കോ അല്ലെങ്കിൽ കപ്പി കാച്ചോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് അതേ മെഷർമെൻറ്റിൽ തന്നെ സാധനങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും നല്ല സുഖമായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി നമ്മൾ വാങ്ങിക്കാറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. വട്ടയപ്പം രണ്ട് രീതിയിൽ തയ്യാറാക്കാം. നല്ല മധുരത്തോടു കൂടിയും അതുപോലെ തന്നെ എരിവുള്ള കറികൾക്കൊപ്പം കഴിക്കാനും, അങ്ങനെ രണ്ട് രീതിയിൽ തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് മധുരത്തോടു കൂടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് അര കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അര കപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാകത്തിനുള്ള മധുരമായിരിക്കും. ചിലർക്ക് ഒരുപാട് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഈ അര കപ്പിൻ്റെ കൂടെ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് ചോറാണ്. നമ്മൾ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് വട്ടയപ്പം എന്ന് പറയുമ്പോൾ നല്ലൊരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കഴിയുന്നതും ഇതുപോലത്തെ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ നോക്കുക. അടുത്തതായി 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് പുതിയത് തന്നെ എടുക്കുക. അതായത് മുമ്പ് എപ്പോഴെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കാതെ പുതിയത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് മതിയാവും. അതല്ല നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ മാവിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയുടെ വെള്ളവും 3/4 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ വെള്ളം ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അതുള്ളത് കൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മൾ സാധാ പച്ചവെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കണേ. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബാറ്ററി കറക്റ്റ് ഇതിൽ കിട്ടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ചോറായാലും ഇനി അരിപ്പൊടി ആയാലും തേങ്ങയായാലും ഒക്കെ ഒട്ടും തണുപ്പില്ലാത്തതായിരിക്കണം. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാവരുത്. ഇനി ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ തന്നെ നമ്മളിത് തയ്യാറാക്കുന്നതിൻ്റെ കുറേ മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. അടുത്തതായി 3 ഏലക്ക തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലുണ്ടായ തേങ്ങയും ചോറും നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നേരത്തെ ഒഴിച്ച 1 കപ്പ് വെള്ളം മാത്രമാണുള്ളത്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത് എന്ന് കരുതി ഒട്ടും കട്ടിയും ആവരുത്. ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും വേണം. കാരണം ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററൊക്കെ ഒന്ന് പൊങ്ങി വരാൻ കുറച്ചധികം സമയം എടുക്കും. നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ചെയ്തു വെച്ചാൽ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഡബിൾ ഹൈറ്റായിട്ട് നല്ല സോപ്പ് പത പോലെ നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. ഈ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ തയ്യാറാക്കുന്ന അപ്പവും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ വരാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് സമയം ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിൽ കുറച്ച് എണ്ണ തടവി വെക്കുക. ഞാനിവിടെ കേക്ക് ടീനാണ് എടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള ചോറ്റുപാത്രം ഉണ്ടാവുമല്ലോ, അത് മതി. പിന്നെ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവി വെക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും ഓയിലാണ് നല്ലത്. നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ ചെറിയൊരു യെല്ലോ കളർ ഉണ്ടാവും നെയ്യാകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ എടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്ക് ടീൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് ടീനിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ മാവ് പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൽ മുഴുവനായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. പാത്രത്തിൻ്റെ പകുതിയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് പെട്ടെന്ന് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 വട്ടയപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക.
ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്നതിന് ശേഷം നമുക്കിതിൻ്റെ നടുവിലായിട്ട് ചെറിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം, അതായത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ അടിഭാഗമൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വട്ടയപ്പം തയ്യാറാക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. രാത്രി ഇത് വെച്ചാണെങ്കിൽ രാവിലെ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ടാവും. ആവിയിലൊരു 10 മിനിറ്റിൻ്റെ താഴെയായിട്ട് മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.